ഹായ് കൂട്ടുകാരി, ഇപ്പോൾ ഞാനിതാ ഇരുട്ടത്ത് എവിടെ നിൽക്കണമെന്ന് പറയാം, നമ്മുടെ തൊഴുത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊഴുത്തിലെ പരിപാടികൾ ഇന്ന് ഞാനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കൊതുക് തിരി ഞാൻ കൊളുത്തി തരാം. ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ എന്നോടാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫുൾ ഇരുട്ടുമായി ആയതുകൊണ്ടൊന്നും കാണുന്നില്ല. നമുക്ക് ബാക്ക് ക്യാമറയിൽ കാണാം കേട്ടോ. അപ്പം നമ്മളിത് ആദ്യം തീ വയ്ക്കുന്നത് വൈക്കോലിവിടെ കൂട്ടിയിട്ട് അവിടെയാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പനോട് പറയായിരുന്നു, എന്നും തൊഴുത്ത് കത്തിക്കുകയാണല്ലേ, നിൻ്റെ സ്ഥിരം പരിപാടിയാണല്ലേ ഇവിടെ കത്തിക്കല് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തീ വെച്ചതിന് ശേഷം ക്ലീനിങ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇതാ അപ്പൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. നമ്മൾ വൈകി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിലും കാലിൻ്റെ അടിയിലൊക്കെ ഭയങ്കര കൊതുകായിരിക്കും. അപ്പോൾ കൊതുക് തിരി കത്തിച്ചിട്ട് കൊതുകിനെയൊക്കെ ഒന്ന് പറപ്പിച്ച് വിടണ്ട, എന്നിട്ടാണ് കൊതുക് തിരി ആ പാത്രത്തിലേക്ക് കുത്തി വയ്ക്കുന്നത്. അതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ക്ലീനിങ് തുടങ്ങുന്നത്. ഞാനാണ് അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യുന്നത്, അപ്പുവല്ല. അപ്പു ഓൾറെഡി കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കണതുകൊണ്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ കുടുംബശ്രീൻ്റെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ലേറ്റായി. ഞാൻ പോകുമ്പോൾ മിക്കോസിന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അതാ വന്നിട്ട് വളമൊക്കെ വാരുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് കുളിക്കണം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുവിൻ്റെ മേത്തൊന്നും ആവില്ലല്ലോ. മിക്കൂസ് ഇതാ ഉറങ്ങിയിട്ടില്ല കേട്ടോ. മിക്കൂസ് ഇതാ ഓടിയെത്തി. മിക്കൂസ് ഒരേ കളിയാണ്. ഞാൻ എഴുതാൻ പോയോടെയും വന്ന് ഒരേ കളിയാണ്. അവിടെ നിന്ന് കരഞ്ഞിട്ടൊക്കെ ആയിട്ടാണ് പിടിച്ചിട്ട് വന്നത്. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞുൻ്റെ കാലിലൊക്കെ വളമായിരിക്കുന്നുണ്ട്. അപ്പോൾ വളമൊക്കെ നമ്മൾ വാരിയിട്ട് വൃത്തിയാക്കിയാലാണ് അവൻ്റെ കാലിൽ വളം ആവാതെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത പണി നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മുടെ പശുജീവിതം പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഓരോ കാര്യങ്ങൾ ഇടയിൽ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. മിക്കൂസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും കുഞ്ഞിനോട് കളിക്കും കേട്ടോ. അവൾക്കും മിക്കൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ അവനതിന് ഒഴിഞ്ഞു കൊടുക്കും, പുല്ലിട്ട് കൊടുക്കും. പിന്നെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ അവനും അതുപോലെ അവൻ്റെ ഒരു കുഞ്ഞ ചൂലുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കും പകലൊക്കെ. അപ്പോൾ അതാ നമ്മുടെ വളം വരൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് പശുവിനെ ഞാൻ ലാഭമായിട്ട് എങ്ങനെ വളർത്തേണ്ടതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് പച്ചപ്പുല്ല് കൊടുക്കുന്നതോടുകൂടി നമുക്ക് പശുവിനെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാനും ഒക്കെ കഴിയും കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ കാണുക. നമുക്ക് പശു വളർത്താൻ താല്പര്യമുള്ളവർ എന്തായാലും ഈ ഫീൽഡിലോട്ട് ഇറങ്ങിക്കോ, ഒരു നഷ്ടവും വരില്ല. പക്ഷേ നമുക്കിതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ ചെയ്യുക. അത് നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയും. നമ്മളൊന്നും അറിയാണ്ട് തുടങ്ങിയത് തന്നെയാണ്. പക്ഷേ നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കുകയും ലാഭം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാട്ടോ നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, നമ്മളിപ്പോൾ വൈക്കോലൊക്കെ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് നഷ്ടം വരാറുണ്ട്. കാരണം സീസൺ അല്ലാത്ത ടൈമിൽ നമ്മൾ സീസൺ ടൈമിൽ വൈക്കോൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. ഈ സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ വൈക്കോൽ എടുക്കുമ്പോൾ നല്ലൊരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്. നമ്മൾ പശു വാങ്ങിക്കുന്ന സമയത്ത് വൈക്കോലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയം സീസൺ ടൈം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നല്ലോണം പൈസ ഇറങ്ങി വൈക്കോൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതായിരിക്കും നമുക്കൊരു നഷ്ടം. കാരണം പുതിയതായി ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു അറിയാത്തതിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത്. പശു വളർത്താൻ താല്പര്യമുള്ളവർ, പശു വളർത്തുന്നവർ സീസൺ ടൈമിൽ വൈക്കോൽ ഇറക്കി വെച്ചതിന് ശേഷം പശു വാങ്ങിക്കുക. അപ്പോൾ നമ്മൾക്ക് വർത്തായിരിക്കും. നമുക്ക് നഷ്ടം വരാനുള്ള ചാൻസ് കുറവായിരിക്കും. എന്തായാലും വൈക്കോൽ നിർബന്ധമായിട്ടും വേണം കേട്ടോ. വൈക്കോൽ നിർബന്ധമാണ്. കാരണം ഈ ഒരു വേനൽ ടൈമൊക്കെ ആയിക്കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടമൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ വരമ്പത്ത് പിന്നെ ഒന്നും കിട്ടില്ല. പിന്നെ പറമ്പുകൾ പോലുള്ളവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് പുല്ലിരിയ. നമ്മളുടെ ഇവിടെ പാടം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് കൊയ്ത്ത് എന്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ല് കിട്ടില്ല. അപ്പോൾ നമ്മൾ വൈക്കോലിനെ തന്നെ ആശ്രയിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. അപ്പോൾ അതാ നമ്മുടെ പശു വളർത്തൽ നമുക്ക് ലാഭകരമായതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കെട്ട് വൈക്കോൽ ഇപ്പോൾ എടുക്കുമ്പോൾ 230 വരാറുണ്ട്. സീസൺ ടൈം ആണെങ്കിൽ അതൊരു 150 രൂപ, ചിലപ്പോൾ ചിലവിടങ്ങളിൽ 100 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വൈക്കോലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പശുക്കൾക്കും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. തൊഴുത്ത് ക്ലീൻ ചെയ്തു, കൊതുക് തിരി കൊളുത്തി വെച്ചു. പിന്നെ നമ്മൾ വൈക്കോലൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൈറ്റിലെ തൊഴുത്തിലെ പരിപാടി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തൊഴുത്തിൽ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ അപ്പു ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഞാൻ ചെയ്യുന്നതന്നെ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാണ്ടായ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മിക്കൂസും ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഡബിൾ പണിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പശുജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെയിലി റുട്ടീൻ. ഞങ്ങൾക്ക് പക്ഷേ ഇതിൽ ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് എവിടെ പോയാലും പാല് കറക്കുന്ന ടൈം ആകുമ്പോൾ ഒന്ന് ഓടിയെത്തണം. ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്, അതായത് പശു വളർത്താൻ നമ്മൾ താല്പര്യത്തോട് ചെയ്യുന്നത് കൊണ്ട് അത് നമ്മളെ ബാധിക്കാറില്ല. അപ്പോൾ ഒരു പശുവും കൂടെ നമ്മൾ വൈകാണ്ട് വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ, എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, എല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ വീഡിയോ ചെയ്യണ്ട. പക്ഷെ പെരുന്നാളൊന്ന് കഴിയാണ്ട് നമുക്ക് വാങ്ങിക്കൽ നടക്കില്ല. അപ്പോൾ പെരുന്നാളൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം പെരുന്നാളിൻ്റെ ടൈമിലൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പശു വാങ്ങിക്കണം. പോത്തും വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുക. നമ്മളെല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ നമ്മുടെ പശുജീവിതത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഓട്ടപ്പായ്ച്ചലുകളും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാൾ പർച്ചേസിങ് കാര്യങ്ങൾക്കൊക്കെ പോകുന്ന വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. കാണണം, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിൽക്കൂസ് ഇതാ തൊഴുത്തി വന്നിരിക്കുന്നുണ്ട. പിന്നെ ഇതാ നമ്മൾ പശുവിന് വെള്ളവും വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളവും വൈക്കോലൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ നൈറ്റ് വന്ന് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ. നൈറ്റ് തൊഴുത്ത് ക്ലീൻ ചെയ്തിട്ടാൽ മാത്രമാണ് നമുക്ക് രാവിലെ എണീറ്റ് അപ്പോൾ പാല് കറക്കാനൊക്കെ വരുമ്പോൾ നല്ലോണം പണിയുള്ളത് കുറച്ച് കുറഞ്ഞ് കിട്ടും. പിന്നെ അതുപോലെ മാത്രമല്ല, കൊതുകും ഈച്ച ശല്യമൊക്കെ കുറയാനും വേണ്ടിയിട്ടാട്ടോ നമ്മൾ കൂടുതലായിട്ട് പശുക്കളുടെ തൊഴുത്ത് വൃത്തിയാക്കിയിടുന്നത്, അവർക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ 4 സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നത് കൊണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയാൽ നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും തൊഴുത്ത് നല്ല ക്ലീനായിരിക്കണം, എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ തൊഴുത്തിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പോയിട്ട് ഉറങ്ങാറുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രി 12 മണിയായാലും വന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോവാറുണ്ട്. ക്ലീനിങ് നിർബന്ധമാണ് നമ്മുടെ തൊഴുത്തിൽ. പിന്നെ അതുപോലെ തന്നെ സബ്സിഡി പെല്ലറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഭമായിട്ട് നമുക്ക് 10 രൂപ മിച്ചം പിടിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. കൂട്ടരെ നമ്മളിതാ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വെള്ളം വെച്ച് കൊടുത്തു, വൈക്കോലിട്ട് കൊടുത്തു. പിന്നെ ഇതാ കൊതുകുതിരി വെച്ചിട്ടുണ്ട്, പുകയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇനി ആ പുകയൊക്കെ നമ്മൾ കെടുത്തിയിട്ടായിരിക്കും പോവാം. അപ്പോൾ നെക്സ്റ്റ് കിട്ടു.